ഹലോ, ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെൻറ്ററിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്നാണ്. കാരണം കുറേയേറെ കാര്യങ്ങൾ നിങ്ങളോട് അവൾ പറയാത്തതായിട്ടുണ്ട്, എന്നാൽ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് അതിലേറെ സന്തോഷം ഉണ്ടാക്കുന്ന മറ്റൊന്നും ഉണ്ടാവില്ല. അവൾ എപ്പോഴും നിങ്ങളടുത്ത് നിന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വില കുറച്ച് കാണുമോ, അവൾ സില്ലിയാണെന്ന് നിങ്ങൾ കരുതുമോ എന്ന് വിചാരിച്ചിട്ട് അവൾ പറയാതിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊരിക്കലും അവൾ നിങ്ങളോട് പറയാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം. സോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ തന്നെ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ചിന്തിക്കും, ഓ ഇതേ ഉള്ളായിരുന്നോ എന്നുള്ളത്. സോ നമുക്കതിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, അവൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ മുൻകൈ എടുക്കുക എന്നതാണ്. ഒരു കാര്യം അവളോട് ചോദിക്കാതെ തന്നെ നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് അവൾക്ക് അത്രമേൽ അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നിങ്ങളോട് അവൾ വന്നിട്ട് പറയുകയില്ല, നീ എല്ലാത്തിനും മുൻകൈ എടുക്കണം, നീ തീരുമാനിക്കണം, തീരുമാനങ്ങൾ എടുക്കണം എന്നൊന്നും. എപ്പോഴും നിങ്ങൾ അവളോട് അഭിപ്രായം ചോദിക്കുകയും ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ 100 വട്ടം അവളോട് ചോദിക്കുകയും അവളുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കുകയും എന്ത് ചെയ്യണം, എവിടെ പോകണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾക്ക് നിങ്ങളോടുള്ള ആകർഷണം കുറയാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. കാരണം അവൾ ആഗ്രഹിക്കുന്നത് ഒരു മുൻകൈ എടുത്ത് എല്ലാം തീരുമാനിക്കുന്ന ഒരു പുരുഷനെ ആയിരിക്കും. നിങ്ങൾ ഇടയ്ക്കൊക്കെ പെട്ടെന്ന് വേഗം അവളെ വിളിച്ചിട്ട്, നീ ഒരു 7 മണിയാകുമ്പോഴേക്ക് റെഡിയായി നിൽക്ക്, ഞാൻ വന്ന് പിക്ക് ചെയ്യാം, നമുക്കൊരു സ്ഥലം വരെ പോകാം എന്നൊക്കെ പറയുന്നതാണ് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു രീതിയേക്കാൾ നന്നാവുക. നിങ്ങൾ പൊതുവേ ചെയ്യാറുണ്ടാവുക, എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അവളോട് ചോദിക്കും, എവിടേക്കാ പോവുക, എപ്പോഴാ പോവുക, എങ്ങനെയാ പോവുക, അങ്ങനെ 100 ക്വസ്റ്റ്യൻ അവളോട് ചോദിച്ച് അവളെ കൊണ്ട് ആലോചിപ്പിക്കുന്ന സമയത്ത് അവൾക്കത് കുറച്ചുകൂടി സ്ട്രെസ് ആവുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ചെന്നിട്ട് നീ റെഡിയാവും, നമുക്ക് പോകാം എന്ന് പറയുന്നതിൽ ഒരു സർപ്രൈസും ഒരു ത്രില്ലിങ്ങും അതുപോലെ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുകയാണ്. ഇതിലൂടെ നിങ്ങൾ അവളോട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്, എനിക്ക് നിന്നെ നോക്കാൻ കഴിയും, ഞാൻ മുൻകൈ എടുത്ത് നിന്റെ കാര്യങ്ങൾ എന്ത് വന്നാലും എനിക്ക് നോക്കാൻ കഴിയും എന്നുള്ളതും, അതുപോലെ തന്നെ ഞാൻ ഉള്ളിടത്തോളം നിനക്ക് റിലാക്സ് ആയിട്ട് നിൽക്കാം എന്നുള്ള കാര്യങ്ങളാണ്. പിന്നീട് രണ്ടാമത്തെ കാര്യം, എപ്പോഴും അവൾ സ്പെഷ്യലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എപ്പോഴും റീഅഷ്യൂറൻസ് അത്യാവശ്യമാണ്. ഒരിക്കലും അവൾ നിങ്ങളോട് ഇത് പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്കെപ്പോഴും ഒരു റീഅഷ്യൂറൻസ് ആവശ്യമാണെന്ന് പറയുന്നു? എന്നാൽ പറയില്ല. അതാണ് സത്യം. കാരണം അത് അവളെ അത്യാഗ്രഹിയായോ അല്ലെ വില കുറച്ച് കാണിക്കുമോ എന്നുള്ള ഒരു ചിന്തയുണ്ടാകാം. എത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഉള്ളൊരു സ്ത്രീ ആണെങ്കിൽ പോലും അവൾ പോലും നിങ്ങൾ എപ്പോഴും റീഅഷ്യൂറൻസ് ചെയ്തിട്ട് അവൾ സ്പെഷ്യലാണ് അല്ലെ അവൾ അത്രക്ക് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും അവൾ പോലും ചിന്തിക്കുന്നുണ്ട്, എന്നെ ഇപ്പോഴും അവന് ഇഷ്ടമാണോ, തുടക്കത്തിൽ തുടങ്ങിയ അതേ സ്നേഹം അവനിപ്പോഴും എന്നോടുണ്ടോ, അതോ സ്നേഹം കുറഞ്ഞോ എന്നൊക്കെ ഈവൻ ഇൻഡിപെൻഡൻറ്റും കോൺഫിഡൻറ്റുമായിട്ട് നിങ്ങൾക്ക് ചുറ്റും കാണുന്ന സ്ത്രീ പോലും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ചെയ്യുക. ഒരു കാരണമില്ലാതെ തന്നെ സർപ്രൈസ് ചെയ്യുക. ഒരിക്കലും വലിയ വലിയ ഗിഫ്റ്റ് വാങ്ങി സർപ്രൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതെ, അത് നിങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ മാത്രമായിരിക്കും. പക്ഷേ അതിലുപരി നിങ്ങൾ എപ്പോഴും അവളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും പ്രതീക്ഷിക്കുന്നതിലുപരി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക അല്ലെങ്കിൽ ലവ് ലൈഫിൽ സംഭവിക്കുക എന്ന് അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവൾ നിങ്ങളോട് വന്ന് പറയുകയില്ല, എന്നെ എപ്പോഴും സർപ്രൈസ് ചെയ്യിക്കണം, എനിക്കത് ആഗ്രഹമുണ്ട് എന്നൊന്നും. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവളെ സർപ്രൈസ് ചെയ്യിച്ചാൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ഫസ്റ്റിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യുന്നത് പോലെ ഇതിലും പെട്ടെന്നൊക്കെ കയറിയിട്ട് ബാഗ് പാക്ക് ചെയ്യും, നമുക്ക് പോകാം എന്ന് പറയുന്നത് ഒക്കെ ഒരു സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവൾ പ്രതീക്ഷിക്കുന്നതിലുപരി എന്തെങ്കിലുമൊക്കെ അവൾക്ക് സർപ്രൈസിങ് ആയിട്ട് ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, റിലേഷൻഷിപ്പിൽ ആയിരിക്കെ നിങ്ങൾ മിസ്റ്റീരിയസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
അതെ, റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നേക്കാം. എല്ലാം പറയാതെ ചിലതൊക്കെ മറച്ചു വെച്ച് നിങ്ങളുടേതായ ജീവിതവും നിങ്ങളുടേതായ രഹസ്യങ്ങളും നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതെ, അത് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ അല്ലെ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് അതൊരു മടുപ്പായിട്ട് തോന്നും. നിന്റെ ദിവസം എങ്ങനെയുണ്ടെന്ന് അവൾ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് എല്ലാ മിനിറ്റിലും സംഭവിച്ച കാര്യങ്ങൾ പറയുന്നതിലുപരി കുറച്ച് അവളെ ക്യൂരിയസ് ആക്കുന്ന തരത്തിൽ സംസാരിക്കുക. ഇത് അവൾക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാനും ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എപ്പോഴും അന്വേഷിച്ചറിയാനും അത് കാരണമാകും. അത് അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അവളായിട്ട് കണ്ടുപിടിക്കുന്ന അല്ലെ അവൾക്കായിട്ട് കണ്ടുപിടിക്കാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളത്, അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഹോബികൾ, നിങ്ങളുടേതായ ദിനചര്യകൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാം അവളോട് ചെന്ന് പറയേണ്ടതില്ല. നിങ്ങളുടെ ഹോബികൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ദിനചര്യകൾ, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൊണ്ടു നടക്കാവുന്ന കാര്യങ്ങളാണ്. അടുത്ത കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിനുപരി മറ്റൊരു ജീവിതം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അത് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും അവൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എപ്പോഴും നിന്റെ യൂണിവേഴ്സിന്റെ സെന്റർ എന്നെ മാത്രം ആക്കരുതെന്ന് അവൾ പറയില്ല. അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അവളിലുപരി മറ്റൊരു ലൈഫ് കൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. എപ്പോഴും അംബീഷ്യസ് ആയിട്ട് നിങ്ങൾ ഇരിക്കണമെന്നും നിങ്ങളുടേതായ ലക്ഷ്യങ്ങളും നിങ്ങളുടേതായ ഹോബികളും നിങ്ങളുടേതായ ഫ്രണ്ട് സർക്കിളും ഉണ്ടാവണമെന്നും അതിലൂടെ നിങ്ങൾ എൻഗേജ് ആയിട്ട് ഇരിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളുടെ മെസ്സേജിലുപരി അവൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും തിരക്കിലും അവരുടേതായ ലക്ഷ്യത്തിന് സമയങ്ങളിലും നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന ഒരാളെയാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്നുള്ളത്, നിങ്ങൾ അവളെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ അവളെ ശ്രദ്ധിക്കുക അല്ലെ അവളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇത് അവളെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ, ഒരു തിരക്കിലൊക്കെ പെടുന്ന സമയത്ത് അവളുടെ കൈ പിടിച്ച് അവളെ സുരക്ഷിതമായി തന്നോട് അടുപ്പിച്ച് നടക്കുക, അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുന്ന സമയത്ത് സേഫ് ആയിട്ടുള്ള റോഡ് അരികിലേക്ക് അവളെ മാറ്റി നിർത്തുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അതൊക്കെയാണ് അവളും ആഗ്രഹിക്കുന്നത്. അവളെ എപ്പോഴും അവൾ എൻ്റേതാണ് എന്ന് പുറത്ത് പറഞ്ഞു നടക്കുന്നതിലുപരി നിങ്ങൾ എന്ത് ചെയ്യുക, അവളെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ വളരെയധികം ആഗ്രഹിക്കുന്നത് കാര്യങ്ങളാണ്. അവളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവൾക്കൊരു അറ്റൻഷൻ എപ്പോഴും താങ്കൾ കൊടുക്കുന്നുണ്ട് എന്ന് കാട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിച്ചേക്കാം. അടുത്ത കാര്യം എന്നുള്ളത്, നിങ്ങൾ എവിടെയെങ്കിലും പോയി വരുമ്പോഴൊക്കെ അവളെ ഓർക്കുക എന്ന് അവർക്ക് എപ്പോഴും തോന്നുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും പുറത്ത് പോയി വരുന്ന സമയത്ത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. ഇപ്പം ടൂറ് പോയി വരുന്ന സമയത്ത് ഞാനൊരു ഗിഫ്റ്റ് കണ്ടു അല്ലെങ്കിൽ ഒരു വസ്തു കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ നിനക്കിത് വാങ്ങിക്കൊണ്ട് വന്നതാണ്, ഇത് നിനക്ക് നന്നായിട്ട് ചേരും എന്നുള്ളതൊക്കെ പറയാം. നിങ്ങൾ അവളില്ലാത്ത സാന്നിധ്യത്തിലും അവളെ ഓർക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവളിത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഇതൊന്നും അവള് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പോകുന്നില്ല. അവള് കുട്ടിത്തമായി പോകും, അല്ലെ ഒരു കുട്ടിയായിട്ട് നിങ്ങൾ കാണുമെന്ന് അവൾക്ക് ഇതിലൂടെ തോന്നാൻ കാരണമായേക്കാം. അവസാനത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങൾ കളിപ്പിക്കുന്ന മട്ടിലാണെങ്കിൽ പോലും അവളെ ചാലഞ്ച് ചെയ്യാന്നുള്ളതാണ്. അതെ, ഇതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എല്ലാം അവൾക്ക് സമ്മതിച്ചു കൊടുക്കുന്നതിലുപരി താങ്കൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായമുണ്ടെന്നും നിങ്ങൾ എല്ലാത്തിനും തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യെസ് പറയുന്ന ഒരാളല്ല എന്നും നിങ്ങളുടേതായ താല്പര്യങ്ങളും നിങ്ങളുടേതായ ആശയങ്ങളും നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് ഇതിലൂടെ സഹായിക്കും. അതുപോലെ ഇതിലൂടെ അവൾക്ക് ആഗ്രഹിച്ച ഒരു പുരുഷനായിട്ട് നിങ്ങൾക്ക് മാറുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെ, ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ വളരെയധികം ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് അവൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരിക്കലും നിങ്ങളോട് നേരിട്ട് പറയാൻ പോകുന്നില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങളായിട്ട് കൊണ്ടുവരിക. ഇതിലൂടെ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ഹാപ്പി ആക്കി വെക്കുക. ഇതുപോലുള്ള റിലേഷൻഷിപ്പ് അഡ്വൈസുകൾക്കോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റു കണ്ടന്റുകൾ നിങ്ങൾക്ക് തുടരെ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.